ഹേ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നെന്താണ് നിൽക്കണമെന്ന് ചോദിച്ചാൽ, അതെ, ഞാൻ ഗെറ്റ് റെഡി ഒക്കെ ആയി സെറ്റായി നമ്മളെ മെയിൻ സാധനം ബാഗൊക്കെ പൊക്കി ഞാൻ ഒന്ന് പുറത്ത് പോവാണ്. എന്താണ് പുറത്ത് പോകുകയെന്ന് ചോദിച്ചാൽ, നമുക്ക് ചെറിയൊരു ബിസിനസ് പരിപാടി ഉണ്ട്. എന്താണ് ബിസിനസ് പരിപാടി എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ചിന്ന ചിന്ന എൻഗേജ്മെൻറ്റ് ഹാമ്പേഴ്സും സേവ് ദ ഡേറ്റ് ഫ്രെയിം വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. സോ ഞാൻ പിച്ച് വെച്ച് വരുന്നേ ഉള്ളൂ. സോ നമുക്ക് ഇന്നൊരു വർക്ക് കിട്ടിയിട്ടുണ്ട്, ഹാമ്പർ മേക്കിങ്. ഇന്നൊക്കെയല്ല, മറ്റന്നാക്കാണ്. സോ നമ്മളിന്ന് ഈവനിങ് സമയം 3:30 ആ സമയമായിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്തു, സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ പെരുന്തൽമണ്ണ ഷോപ്പിൽ നിന്നാണ് എല്ലാ സാധനങ്ങളും വാങ്ങാറ്. സോ നമ്മൾ എന്ത് ചെയ്യാണ്, പുറത്ത് പോയിട്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. ഞാനും ഉമ്മയും സ്കൂട്ടിമേനെ പോണത്. കാർ എടുക്കാൻ ബ്രദർ ഇവിടെ ഇല്ല. പിന്നെ സോ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇത് ചെറിയൊരു ബഡ്ജറ്റിലുള്ള പരിപാടിയാണ്. സോ നമുക്ക് അത്ര വലിയ സംഭവങ്ങൾ വാങ്ങാനും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും നമ്മൾ എടുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കാം. മാക്സിമം ട്രൈ ചെയ്തും ഇന്ത്യയിൽ കഴിയുന്ന വിധം എല്ലാം പെർഫെക്റ്റായിട്ട് ഞാൻ ചെയ്തു കൊടുക്കും. അഫോർഡബിളായിട്ട് ഞാൻ ചെയ്തു കൊടുക്കും. സോ ഇപ്പോൾ മഴക്ക് ചെറിയൊരു കുറവുണ്ട്. സോ നമ്മളെന്ത് വിചാരിച്ചു, പുറത്ത് പോവാം. അമ്മക്ക് നോമ്പാണ്. സോ അമ്മ നോമ്പ് തുറക്കാനുള്ള സമയമാകുമ്പോഴത്തേന് നമുക്കിവിടെ എത്തണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോവാം. ഞാൻ പോകുന്നതും കാര്യങ്ങളും ഹാമ്പേഴ്സും അതേപോലെ മേക്ക് ചെയ്യണതും പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ കാണിക്കാം. പറ്റുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇതിൽ ഈ വീഡിയോയിലിടും, അല്ലെങ്കിൽ ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഹാമ്പർ ഉണ്ടാക്കുന്നതും കൊടുക്കുന്നതും ഡെലിവറി ചെയ്യുന്ന റുട്ടീൻസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കാം. ചിലപ്പോൾ ഇതിലായിരിക്കും, അല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടാം. എനിവേ, എന്തായാലും ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും. സോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ചേഞ്ച് വരുത്തുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം എന്തായാലും പോസിറ്റീവായിട്ട് എടുക്കുമല്ല. അപ്പോൾ അത്രേ ഉള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം, നല്ല വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മഴ പെയ്യും. സോ നമുക്ക് മഴ പെയ്യുന്നതിന് മുന്നേ ആയിട്ട് എന്ത് ചെയ്യാം, ഇറങ്ങാം. വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്തായാലും മാക്സിമം എൻ്റെ ടൈം കേൾപ്പിക്കാനും കാര്യങ്ങളൊക്കെ ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. സോ കമോൺ. നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഷോപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെരിന്തൽമണ്ണ ഈസേ തിരക്ക് സിറ്റി. സോ നമ്മൾ വണ്ടി ഇവിടെ വേറൊരു സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഷോപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓട്ടോ സ്റ്റാൻഡിൻ്റെ ഒക്കെ അടുത്താണ്. ഓട്ടോ സ്റ്റാൻഡിൻ്റെ നേരെ മുന്നിലടുത്താണ് ആ സംഭവം. പക്ഷെ നമുക്ക് ഷോപ്പിലേക്ക് കയറി നോക്കാം. ഓക്കെ, അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഫസ്റ്റ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞതൊക്കെ വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു. അപ്പോൾ നമ്മളിപ്പോൾ 2 ഹാമ്പേഴ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സ്വീറ്റ്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാണ് ഇപ്പോൾ ഷോപ്പ്. എല്ലാ ക്രാഫ്റ്റ് വർക്കിനും എല്ലാം ഈച്ച് ആൻഡ് എവറിത്തിങ് A to Z എല്ലാ ഐറ്റംസും ഉള്ള ഒരു ഷോപ്പാണ്. ഭയങ്കര അഫോർഡബിളുമാണ് റേറ്റും കാര്യങ്ങളൊക്കെ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ അങ്ങനെ ഭയങ്കര ഇതായിട്ട് നമ്മളെല്ലാവരും സെലക്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ 2 ഹാമ്പേഴ്സാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ആദ്യം നമ്മളൊന്ന് സെറ്റ് ചെയ്ത് നോക്കും. സെറ്റ് ചെയ്ത് നോക്കിയിട്ട് അനുസരിച്ചിട്ടാണ് മുട്ടായി എടുക്കുക. അല്ലാതെ നമ്മൾ ഒരുപാട് കൊണ്ടുപോയിട്ടും കാര്യമില്ലല്ലോ. സോ ഞാൻ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് ചിലവിൽ അറിയാത്തതുകൊണ്ടാവും. ഇപ്പോഴത്തെ എല്ലാ ഏരിയയിലും ക്രാഫ്റ്റ് വർക്കും ഈ ഹാമ്പേഴ്സും ചെയ്യാത്ത ആൾക്കാരില്ല, എനിക്കറിയാം. എന്നാലും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാത്തതേ ഉള്ളൂ. അങ്ങനെയൊക്കെയാണ് കഥ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഷോപ്പിൽ ദുബായിത്തെ എല്ലാ ഐറ്റംസ്, ഇമ്പോർട്ടഡ് ക്രീംസ്, ഇമ്പോർട്ടഡ് പെർഫ്യൂം, വൈൻ, അതേപോലെ ക്രീം, ലോഷൻസ്, ഹെഡ്സെറ്റ്, ബെഡ്ഷീറ്റ്, അങ്ങനെ എല്ലാ ഐറ്റംസ് സാധനം A to Z എല്ലാതും ഉണ്ട്. അങ്ങനെ ഞാൻ മുട്ടായിയൊക്കെ സെറ്റ് ചെയ്ത് കണ്ട് അത് കിട്ടിയാലുള്ളൂ ചെയ്യുക. ബാക്കി സെറ്റിങ്ങും കാര്യങ്ങളും ഐഡിയാസൊക്കെ നമ്മൾ തന്നെ ആയിരിക്കും. അങ്ങനെ ഞാൻ മനോട് എന്തോ കൈകൊണ്ടോ കാര്യമുണ്ടോ കട്ടുണ്ട്, എന്താ എനിക്ക് മനസ്സിലായില്ല. എനിവേ പോട്ടെ. അപ്പോൾ ഈ 2 ഹാമ്പേഴ്സാണ്. അമ്മ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണ്ടേ, ഭയങ്കര സീരിയസ് ആണ് ഗൈസ്. കടയിൽ ചെന്നാൽ എന്താണെന്നറിയില്ല. അങ്ങനെ ഞാൻ ഓരോന്ന് മുട്ടായി ഏതാ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സോ ഞാൻ സ്വീറ്റ്സിൽ ഫസ്റ്റ് ഞാൻ ഗാലക്സിയാണ് എടുത്തത്. സോ നമ്മൾ ഗാലക്സി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇമ്മ വീഡിയോ എടുത്തുകൊണ്ട് ഗൈസിൻ്റെ തല മാത്രമേ കാണുന്നുള്ളൂ, സെറ്റ് ചെയ്തത് കാണുന്നില്ല. എനിവേ ഇഗ്നോർ ഇറ്റ്. അങ്ങനെ ലാസ്റ്റ് എവിടേക്കോ ഒരു പോർഷൻ കിട്ടിയിട്ടുണ്ട് വീഡിയോ എടുക്കാനുള്ള. അപ്പോൾ
ഞാൻ ഗാലക്സിയാണ് സെറ്റ് ചെയ്ത് നോക്കുന്നത്. ഒന്നിൽ നെസ്ലെ ആയിരുന്നു സെറ്റ് ചെയ്തിരുന്നത്. പിന്നെ നമ്മളൊരു ടവർ എടുത്തിട്ടുണ്ടായിരുന്നു. ടവർ കസ്റ്റമർ റെക്കമെൻഡ് ചെയ്തതാണ്. അങ്ങനെ ടവർ നമ്മൾ സെറ്റ് ചെയ്തു. അതിലേക്കുള്ള സ്വീറ്റ്സാണ് ഇപ്പോൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് സ്വീറ്റ്സാണ് വേണ്ട കാര്യങ്ങൾ നോക്കി. അപ്പോൾ നമ്മൾ മൂന്ന് ഡിഫറെൻറ്റ് സ്വീറ്റ്സാണ് എടുത്തേക്കുന്നത്. ഏതൊക്കെ ഡയറി മിൽക്കും ക്രിസ്പെല്ലും അതുപോലെ കിറ്റ്കാറ്റുമാണ് സെലക്ട് ചെയ്തിരുന്നത്. സോ നമുക്ക് അതൊന്ന് സെറ്റ് ചെയ്തിട്ട് എത്ര സ്വീറ്റ്സ് വേണമെന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കി കവർ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഓരോന്ന് സെറ്റ് ചെയ്യുന്നു. സെക്കൻഡ് ലെയറിൽ നമ്മൾ കിറ്റ്കാറ്റും, ഫസ്റ്റ് ലെയറിൽ നമ്മൾ ക്രിസ്പെല്ലും, അടിയത്തെ തട്ടിൽ നമ്മൾ ഡയറി മിൽക്കുമാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഓരോന്നിട്ട് സെറ്റ് ചെയ്യുകയാണ്. അന്ന് സെറ്റ് ചെയ്ത് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അമ്മക്ക് മഴ പെയ്യുമെന്നുള്ള പേടിയുണ്ട്. മനയും കൊണ്ട് പോകുന്നാൽ എന്താ പ്രശ്നം എന്നറിയോ, നമ്മൾ എടുക്കുന്നതിന് എക്സ്ട്രാ 2-3 കൂടുതലെടുക്കണം, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ സമ്മതിക്കൂലെത്തുന്നത്. നമ്മളൊരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ബോക്സും കൂടി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് സത്യം പറഞ്ഞാൽ വീഡിയോയിൽ എടുക്കാൻ വേണ്ടി മറന്നു. സോ അതൊക്കെയുള്ള ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിരുന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ ഐറ്റംസും കിട്ടും. ഫ്ലവേഴ്സ് ആണെങ്കിലും അതേപോലെ റാപ്പ് ചെയ്യേണ്ട ബാൻഡ്, അതേപോലെ റിബണ്, അങ്ങനെ ഫ്രെയിംസ് കാര്യങ്ങൾ, നമുക്ക് സേവ് ദ ഡേറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന എല്ലാ ഐറ്റംസും A to Z കാര്യങ്ങളും ഈ ഷോപ്പിലുണ്ട്. സോ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അത് നമ്മൾ മിസ്സായി പോയതാണ്. എനിവേ ഇതാണല്ലോ ഫ്രിഡ്ജിലുള്ള മുട്ടായി. എല്ലാവരും എന്നെ മാടി വിളിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ ഞാനവിടെ മുണ്ടാതിരുന്നു. ഈ മക്ക് നോമ്പായതുകൊണ്ട് പിന്നെ വേറെ സീനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങാൻ വേണ്ടി നിന്നപ്പോഴാണ് ഗായ്സ് ആ സത്യം ഞങ്ങൾ അറിഞ്ഞത്. പുറത്ത് പെരും മഴയായിരുന്നു, മൂഞ്ചിപ്പോയി. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി പോകുന്നു, പക്ഷേ ഭയങ്കര മഴയാണ് ഗായ്സ്. അങ്ങനെ മഴ ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ സ്റ്റെക്കായി നിന്നിരിക്കുന്നു. അപ്പോഴാണ് ഓലൊരു ബോക്സ് വന്നത്. നമുക്ക് ഡ്രസ്സിൻ്റെ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, അത് കിട്ടിയിരുന്നില്ല. ഓല് വൈകുന്നേരം ബസ്സിൽ കൊടുത്തയക്കാന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മൾ സ്റ്റെക്കായി അവിടെ നിന്നതുകൊണ്ട് ഓല ലഗേജ് വന്നു, പാർസൽ. സോ നമ്മൾ അതും വാങ്ങിയിട്ടാണ് പിന്നെ പോകുന്നത്. സോ നമുക്കെല്ലാം സെറ്റായിട്ട് അങ്ങനെ അവിടുന്ന് ആ ഷോപ്പിൽ ആ പെട്ടി ഞങ്ങളെല്ലാവരും കൂടി അൺബോക്സ് ചെയ്തു ഞാൻ എനിക്കുള്ള സാധനം എടുത്തുകൊണ്ട് പോകുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ അവിടുന്ന് വണ്ടി എടുത്ത് പോകുന്നു. നമ്മൾ എന്നിട്ട് നോമ്പ് തുറക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കാറിട്ട് നമ്മൾ പിസ്സ റിക്യൂട്ടി കയറിയാണ്ട് ഒരു പിസ്സ പാർസൽ വാങ്ങാമെന്ന് വിചാരിച്ചു. സോ നമ്മൾ പിസ്സ ഹട്ടിൽ പോയി, പെരിന്തൽമണ്ണ തന്നെ. അവിടുന്ന് കുറച്ച് പോകുന്നിട്ട് നമ്മൾ കുറേ ട്രാഫിക്കിലും കാര്യങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി. മീഡിയം സൈസാണ് വാങ്ങിയത്, കാരണം നമ്മൾ 3 പേര് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ പിസ്സക്ക് ഓർഡർ ഇട്ട് അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നു. അവിടുത്തെ അക്കൗണ്ടൻറ്റിനെ വീഡിയോ എടുക്കാറുണ്ടപ്പോൾ ഭയങ്കര ചിരി, വീഡിയോ എടുക്കുകയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഓനെ ഒന്ന് ഫേമസ് ആക്കാമെന്ന്. അപ്പോൾ നമ്മൾ അവിടുന്ന് സാധനങ്ങൾ വാങ്ങി. ഇമ്മ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടേ. ഞാനും അവിടെ പോസ്റ്റ് അടിച്ച് ഓരോ കോമാളിത്തരങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഹെൽമെറ്റൊന്നും ഊരിയില്ല. ഇവിടുത്തെ എല്ലായിടത്തും ഇറങ്ങുന്നിടത്ത് ഹെൽമെറ്റ് ഊരിയോടും ചെയ്ത് എനിക്ക് പിരാന്ത് വരും. സോ ഞാൻ ഹെൽമെറ്റൊന്നും ഊരാതെ തന്നെയാണ് ഷോപ്പിലേക്ക് കയറി പോയത്. എന്തായാലും നമ്മൾ അവിടുന്ന് കഴിക്കും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് പാർസൽ വാങ്ങാനല്ലേ വിചാരിച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഷോപ്പിൽ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ കാട്ടിക്കൂട്ടണമൊക്കെ. ഷോപ്പിൽ ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ്, എന്നാലും സീനൊന്നുമില്ല. സോ നമ്മളെ പാർസൽ സാധനം കിട്ടി, നമ്മളിനി വീട്ടിലേക്ക് തിരിക്കുകയാണ് ഗൈസ്. ഉമ്മ പെട്ടെന്ന് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ചാടി എറിഞ്ഞ് മണ്ടണുണ്ട്. സോ ഞാൻ അതിൻ്റെ പിന്നാലെ ഓടി. അങ്ങനെ നമ്മൾ പേടകത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. സാധനം വാങ്ങി നമ്മൾ പേടകത്തിൽ പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് പോണ വഴിയാണ്. നമ്മളെന്തോ ഭാഗ്യത്തിന് പോകുമ്പോഴും വരുമ്പോഴും മാത്രം മഴ പെയ്തില്ല. പക്ഷേ ഷോപ്പിൽ കയറിയപ്പോൾ നല്ല മഴയായിരുന്നു. അവിടെ കുറച്ച് നേരം സ്റ്റെക്കായി എന്നല്ലാതെ പുറത്തിറങ്ങിയിട്ട് പിന്നെ മഴയൊന്നും പെയ്തില്ല. പടച്ചോനെ ഭാഗ്യം. അങ്ങനെ ഞങ്ങൾ പോന്ന് നോമ്പ് തുറക്കുമ്പോഴത്തേന് എന്തെങ്കിലും വാങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങളൊരു വെട്ടത്തൊരു ചായക്കടയിൽ നിർത്തി, ഫേമസ് ചായക്കടയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങി. അവിടുന്ന് കുറച്ച് പൊരികടികളും കാര്യങ്ങളും വാങ്ങി ഞങ്ങൾ എണ്ണ അടിച്ചങ്ങാണ്ട് അങ്ങനെ വീട്ടിലേക്ക് പോയി. അപ്പോൾ എത്രയേ ഉള്ളൂ വീഡിയോ. ഓക്കെ, ബൈ.